നമസ്കാരം എല്ലാവർക്കും. ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽ സീരീസിൽ ഇന്ന് ഫിസിക്സിന്റെ മൊമെന്റ് ബാറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട് വീഡിയോ. എന്നാൽ എളുപ്പമാർഗത്തിൽ പരീക്ഷയ്ക്ക് മുമ്പേ ഒന്നുകൂടെ ഒന്ന് കണ്ട് നോക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറയുന്നത്. മൊമെന്റ് ബാർ ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയ ഐഡിയ അല്ല, വലിയൊരു ഐഡിയ തന്നെ തരിക കേട്ടോ. ശ്രദ്ധിക്കാം. ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ഷെയർ ചെയ്യേണ്ടവരൊക്കെ ഷെയർ ചെയ്യുക, നല്ലപോലെ ഇരുന്ന് പഠിച്ച് നല്ല ഫുൾ മാർക്ക് മേടിക്കുക കേട്ടോ. അതെ, കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് മൊമെന്റ് ബാറിൽ ആദ്യം വേണ്ടത് ഒരു മീറ്റർ സ്കെയിലാണ്. നമുക്കൊരു മീറ്റർ സ്കെയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്തണം. നിങ്ങൾക്ക് അറിയാമല്ലോ, മൊമെന്റ് ബാർ ചെയ്തോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഒരു മൊമെന്റ് ബാറിൽ ഒരു സ്റ്റീലിന്റെ ഒരു ഇത് കാണും, ഒരു റോഡ് കാണും. അതിലോട്ട് നമ്മളൊരു സ്കെയിൽ ബാലൻസ് ചെയ്യണം. സ്കെയിൽ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ അല്ലേ ഇവിടെ സ്കെയിൽ? 100 സെന്റിമീറ്റർ ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര ആയിരിക്കും? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 50 ആയിരിക്കണം. 50 കൃത്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 49നും അല്ലെങ്കിൽ 51നും ഇടയിൽ കിട്ടിയാലും ഓക്കെ. 50 കിട്ടിയാൽ കറക്റ്റ് ആണ്. 49നും 51നും ഇടയിൽ കിട്ടിയാലും ഓക്കെ. അന്നേരം അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ആ ബാലൻസ് ചെയ്ത് ആദ്യം നിങ്ങൾ നിർത്തുക. അതാണ് ജി എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ ഈ മൊമെന്റ് ബാറിലൂടെ എന്തുകൂടെ കണ്ടുപിടിക്കുന്ന കല്ലിന്റെ വെയിറ്റ് ആണ്. അന്നേരം ഇങ്ങോട്ട് മാറ്റി ഇതിപ്പോ 50 സെന്റിമീറ്റർ, നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഇത് 50 സെന്റിമീറ്റർ എന്ന് വെച്ചു. ഞാൻ ഈ കല്ല് ഇപ്പുറത്തോട്ട് മാറ്റി എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് ഞാൻ എന്നെ എടുക്കാം. അവിടെ കല്ല് ഇങ്ങനെ തൂക്കിയിടുക, സസ്പെൻഡ് ചെയ്തു. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് 10 സെന്റിമീറ്റർ, ഞാൻ 60 സെന്റിമീറ്റർ കൊണ്ടാൽ കിട്ടും. പിന്നെ അത് മാറ്റത്തില്ല. അന്നേരം എപ്പോഴും എ ജി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അന്നേരം നിങ്ങൾ എങ്ങനെ ഈ 50നും 60 മൈനസ് 50 10, അതാണ് എ ജി എന്ന് പറയുന്നത്. മനസ്സിലായോ? എ ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്തത്, ഇവിടെ നമ്മൾ വെയിറ്റ് സ്ലോട്ടഡ് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഹാങ്ങർ ഇട്ടു. അവിടെ ആദ്യം ഞാൻ 50 ഗ്രാം ഇട്ടു. എന്നിട്ട് ഇതുപോലെ വീണ്ടും ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. നിൽക്കുമ്പോൾ ഞാൻ ബി മുതൽ ജി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അതിപ്പം സപ്പോസ് 15 സെന്റിമീറ്റർ ആണ്. അന്നേരം ബി ജി എന്ന് പറയുന്നത് എത്രയായി? 15 സെന്റിമീറ്റർ. അത് കോൺസ്റ്റന്റ് അല്ല. വീണ്ടും നമ്മൾ അടുത്ത എത്ര ഇട്ടു? 100 ഗ്രാം ഇട്ടു. അന്നേരം ഈ ബി ജി, എ ജി കോൺസ്റ്റന്റ്, നമ്മൾ അനക്കുന്നില്ല. ബി ജി നമ്മൾ പതുക്കെ നൂലിങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഇതിങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ബി ജി അടുത്ത സ്ഥലത്ത്. എത്രയൊക്കെ കിട്ടിയാലും നിങ്ങൾ ചെയ്യുമ്പോൾ MECL, ഇതാണ് ഇക്വേഷൻ. MECL വളരെ സിമ്പിൾ. MECL മാസ് ആണ്. W into BG by AG. AG കോൺസ്റ്റന്റ് ആണ്, BG നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്, വേരി ചെയ്യുന്നുണ്ട്. W into BG by AG ചെയ്യുമ്പോൾ 3 റീഡിങ്ങോ 4 റീഡിങ്ങോ എടുത്താലും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണം. കാരണം ഈ കല്ലിന്റെ വെയിറ്റ് എത്ര വെയിറ്റ് ഇട്ടാലും മാറത്തില്ല, കൃത്യമായിട്ട് കിട്ടും. അന്നേരം വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ഈസ് കോൺസ്റ്റന്റ്. അത് മൊമെന്റ് ബാറിൽ എളുപ്പമാണ്. എനിക്കൊന്ന് ചെയ്താൽ ഒരു 15 മിനിറ്റ് പോട്ടെ, അരമണിക്കൂർ കൊണ്ട് ഗംഭീരമായി ചെയ്യാവുന്ന പ്രാക്ടിക്കൽ, സിമ്പിൾ പ്രാക്ടിക്കലാണ് മൊമെന്റ് ബാർ. കാര്യങ്ങൾ നിങ്ങൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യം സ്കെയിൽ ബാലൻസ് ചെയ്യുന്നു. അതിനെ സ്കെയിൽ ബാലൻസ് ചെയ്ത് നടുക്കത് ഏത് പോയിന്റ് ആണോ ഏകദേശം 50 സെന്റിമീറ്റർ, ഞാൻ പറഞ്ഞു 49നും 51നും ഇടയിലൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല. അത് ജി ആയിട്ട് എടുക്കണം, സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇതിന് വഴി ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊന്ന് ചോദിക്കാം. എല്ലാ പാർട്ടിക്കിൾസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാസ് ആണ് സെന്റർ ഓഫ് മാസ്. അതിലുള്ള ഗ്രാവിറ്റിയെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ. പിന്നെ കല്ല് മാറ്റി ഇടുന്നു, അത് എ ആയിട്ട് ഇടുന്നു. അതെപ്പോഴും കോൺസ്റ്റന്റ് ഇടണം നിർബന്ധമില്ല. കോൺസ്റ്റന്റ് ഇട്ട് ചെയ്യാൻ ഇച്ചിരി എളുപ്പമാണ്. എന്നാൽ അത് 10 സെന്റിമീറ്റർ റോയിലോട്ട് മാറ്റിയിട്ടാൽ അത് കോൺസ്റ്റന്റ് ആണ്. വെയിറ്റ് ഹാങ്ങർ നമ്മൾ 50 ഗ്രാം 100 ഗ്രാം വെയിറ്റ് അത് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ബി ജി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു മാസ് ഓഫ് ദി സ്റ്റോൺ ഈസ് എ കോൺസ്റ്റന്റ്. മൊമെന്റ് ബാർ സിമ്പിൾ. ചോദിക്കാവുന്ന ചോദ്യം ഇതൊക്കെയാണ്. ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോകണം. MECL W into BG by AG. ചില ഡിസ്റ്റൻസ് CG എന്നോ DG എന്നോ കാണും. എല്ലാം ഇതൊക്കെ തന്നെ ഉള്ളൂ. കാര്യം മനസ്സിലായാൽ ലാവ് സിമ്പിൾ. ഒരു ഫുൾ മാർക്ക് മേടിക്കൽ ഉറപ്പാണല്ലോ, ഉറപ്പിക്കാമല്ലോ. അന്നേരം ഇത് കാണുന്നവർ ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതെല്ലാം ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെയാണ്. നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ചെയ്യേണ്ട സാധനം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലില്ല. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രവർത്തിച്ചിട്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.